ട്രയലൊന്നും ഇല്ലാതെ തന്നെ പലരെയും അകത്താക്കുന്നു, ജീവപര്യന്തം ശിക്ഷിക്കുന്നു. ഇതെല്ലാം സ്വാഭാവികമാണ്. കാരണം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്തിന് കഴിയാത്തത് കൊണ്ട് തന്നെയാണ് രാജഭരണത്തിലാണത് നടക്കുന്നത്. അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ അതിനെക്കുറിച്ചോ പോലും ആരും നമ്മൾ സംസാരിക്കുന്നുമില്ല, അതിനെപ്പറ്റി മിണ്ടുന്നുമില്ല. ഇസ്ലാമിസ്റ്റുകളെ വഴിയിൽ വെച്ചിട്ട് തന്നെ തീർക്കുക എന്നുള്ളതാണ് എൻ്റെയും ഒരു നയം. അല്ലാതെ അവരുമായിട്ട് നെഗോസിയേറ്റ് ചെയ്യുക, അവരുമായിട്ട് സഖ്യം ചേരുക, അല്ലെങ്കിൽ അവരുമായിട്ട് സന്ധി ചർച്ച നടത്തുക ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. യു സി ആൻ ഇസ്ലാമിസ്റ്റ് ഒരു ടെറർ ത്രെട്ടാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോഴേ അങ്ങ് കാച്ചിക്കളയുക. അത് തന്നെയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. അതൊക്കെ തന്നെയാണ് ഈ പല രാജ്യങ്ങളും ചെയ്യുന്നത്. ആൻഡ് നോട്ടബിളി അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇബ്രാഹിം ട്രാവറെ. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം, ഇബ്രാഹിം ട്രാവറെ